അന്തരിച്ച നടൻ ജയൻ ഇന്നും മലയാളികളുടെ മനസ്സിലെ ആക്ഷൻ ഹീറോയാണ്. മരിച്ചിട്ട് വർഷങ്ങൾക്കിപ്പുറവും ജയൻ മോളിവുഡിൽ ചർച്ചയാകാറുണ്ട്. ജയനെക്കുറിച്ചുള്ള ഒരു കഥ പങ്കുവയ്ക്കുകയാണിപ്പോൾ സംവിധായകൻ ശാന്തിവിള ദിനേശ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും സിനിമാ താരവുമായിരുന്ന അന്തരിച്ച എംജിആറുമായി ജയനുണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണ് ശാന്തിവിള ദിനേശ് സംസാരിച്ചത്. തെന്നിന്ത്യൻ താരങ്ങളിൽ കിരീടം വെക്കാത്ത രാജാവായിരുന്നല്ലോ എംജിആർ എന്ന എംജി രാമചന്ദ്രൻ. ഒരു നിർമ്മാതാവിന് തന്റെ ഡേറ്റ് നൽകാമെന്ന് എംജിആർ പറഞ്ഞാൽ ആ നിർമ്മാതാവിന് 25 കോടിയോളം ബമ്പർ അടിച്ചതിനേക്കാൾ ലാഭമായിരിക്കും. ആ സിനിമ ആര് സംവിധാനം ചെയ്യണം, ആര് പാട്ടെഴുതണം, ആര് അഭിനയിക്കും തുടങ്ങി ഓരോ കാര്യങ്ങളും എംജിആർ തീരുമാനിക്കും. ഒരു ഷോട്ട് ഓക്കെയാണോ അല്ലയോ എന്ന് പോലും എംജിആർ ആണ് നിശ്ചയിക്കുന്നത്. തന്റെ സിനിമയിൽ നായികയാകുന്നവർ എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നു എന്നറിഞ്ഞാൽ അന്നു മുതൽ അവൾ ഫീൽഡ് ഔട്ട് ആകും. ബന്ധം സ്ഥാപിച്ചവനും ഫീൽഡ് ഔട്ട് ആകും. ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്ന നടി ജയനുമായി അടുത്തു. വിവരം തലൈവർ അറിഞ്ഞു. ജയന് പിന്നെ മദ്രാസിൽ സിനിമാക്കാരുടെ സങ്കേതമായ ഹോട്ടലിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഒടുവിൽ എംജിആറിനെ അളിയ എന്ന് വിളിക്കുന്ന ജോസ് പ്രകാശ് എംജിആറിനെ പോയി കണ്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുകൊടുത്തു. അതുകൊണ്ടാണ് ചട്ടമ്പികളുടെ തല്ലുകൊള്ളാതെ ജയൻ അന്ന് രക്ഷപ്പെട്ടതെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു. തന്റെ യൂട്യൂബ് ചാനലിലാണ് ശാന്തിവിള ദിനേശ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്.